ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ, നമ്മുടെ റോഡ് സൈഡിലൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണും, ട്രാൻസ്ഫോമർ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിനെ വെച്ച് ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ഇതും ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ്. ഇത് സ്മോൾ സ്കെയിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ്. ഇത് ഇൻപുട്ട് നമ്മൾ 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 12 വോൾട്ടിക്ക് കിട്ടുള്ളൂ. ചെറിയൊരു 24 വോൾട്ട് അങ്ങനെ ചെറിയ സ്മോൾ സ്കെയിൽസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ ലാബിലൊക്കെ ചിലപ്പോൾ കണ്ടുണ്ടാവും. ഓക്കെ, ഇത് വലിയ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന 3 ഫേസിൽ വർക്ക് ചെയ്യുന്ന വലിയ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് അറിയണ മുന്നേ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന് സെൽഫ് ഇൻഡക്ഷനും അതേപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷനും. അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? നമ്മളിത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണ്? ഇതൊരു കോയിലാണ്. ഓക്കെ, ഒരു കോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കോയിലാക്കിയിട്ടുണ്ട്. ഒരു കണ്ടക്ടർ ഇങ്ങനെ വൗണ്ട് ചെയ്ത് കോയിലാക്കിയിട്ടുണ്ട്. ഞാനൊരു AC സപ്ലൈ കൊടുത്തു. AC സപ്ലൈ കൊടുക്കുമ്പോൾ എന്താവും നമുക്കറിയാം, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മളൊരു AC സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഈ കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം ഒരു ചേഞ്ചിങ് കറണ്ട് ആയതുകൊണ്ട് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആവും. അപ്പോൾ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഈ കോയിൽ തന്നെ ലിങ്ക് ചെയ്തിട്ട് ഇവിടെ ഒരു EMF ഉണ്ടാവും. ഓക്കെ, ഈ കോയിൽ തന്നെ ഒരു EMF ഉണ്ടാവും, ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും, ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക. അതായത് ഈ കോയിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ കോയിൽ തന്നെ ലിങ്ക് ചെയ്ത് ഈ കോയിൽ തന്നെ ഒരു EMF ഉണ്ടാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞു പറയുക, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞാൽ എന്താണ്, ഇവിടെ രണ്ട് കോയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു കോയിൽ ഞാൻ എന്ത് ചെയ്തു, AC സപ്ലൈ കൊടുത്തു, ആൻഡ് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്, ഒരു വോൾട്ടേജ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി, കറണ്ട് ഉണ്ട് അറിയാൻ വേണ്ടിയിട്ടൊരു ഗാൽവനോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കോയിൽ എന്ത് ചെയ്തു, AC സപ്ലൈ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഈ കോയിലിൽ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഈ കോയിൽ തന്നെ ലിങ്ക് ചെയ്തിട്ട് ഈ കോയിലിന് ഒരു EMF ഉണ്ടാവും. അതേപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിൽ ലിങ്ക് ചെയ്തിട്ട് ഈ കോയിലും ഒരു EMF ഉണ്ടാവും. അപ്പം എന്താണ്, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യും, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഈ കോയിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ കോയിലും ഈ ഫീൽഡ് എന്ത് ചെയ്യും, ഈ കോയിലും ലിങ്ക് ചെയ്തിട്ട് ഇവിടെ ഒരു EMF ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതാണ് ട്രാൻസ്ഫോമറിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞൊരു പാസീവ് ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. പാസീവ് ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു ഇൻപുട്ടിൽ ഒരു വേവ് ഫോം കൊടുത്തു, ഒരു AC വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിലും അതേ സെയിം വേവ് ഫോമാണ് കിട്ടുക. ആ വേവ് ഫോമിന് അവിടെ ചേഞ്ച് സംഭവിക്കുന്നില്ല, അതിൻ്റെ ഷേപ്പിന് അവിടെ ഒന്നും ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതിനാണ് പാസീവ് ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന് പറയുക. ദാറ്റ് ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് വേറെ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രോസസ്സ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കി, ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുത്തു, ഇത് ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. ഇന്നത്തെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് പവർ എന്ത് ചെയ്യുന്നു, വേറെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ത്രൂ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പ്രോസസ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമറിൽ ഇലക്ട്രിക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഫിഗർ നന്നായി ഒന്ന് നോക്കുക, അത് ഒരു നോട്ട്ബുക്ക് എടുത്ത് വരച്ച് വെക്കുക. അപ്പോൾ ഇതാണ് എന്ത്, ഒരു കോർ. ഞാൻ എല്ലാം ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതാണ് ഒരു കോർ. അപ്പോൾ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലോ ചെയ്യാൻ ഒരു പാത്താണ് എന്ത്, കോർ എന്ന് പറയാ. നമ്മുടെ കറണ്ട് പോകാനുള്ള ഒരു പാത്താണ് കണ്ടക്ടർ പറയുന്ന പോലെ, മാഗ്നറ്റിക് ഫ്ലക്സ് പോകാനുള്ള ഒരു പാത്താണ് കോർ. ഈ കോർ ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് സർക്യൂട്ടിൽ കാണിച്ചു തരാം. ഈ സർക്യൂട്ടിൽ നോക്കിയേ, ഈ ഫിഗർ നോക്കിയേ നിങ്ങൾ, ഈ വൈൻഡിങ്ങിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഈ ഫ്ലക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് ലിങ്ക് ആവില്ല. കാരണം എന്താണ്, ഇവിടെ ഈ ഫ്ലക്സ് ഒക്കെ എന്ത് ചെയ്യും, എയറിൽ കൂടെ ലീക്കായി പോവും. അപ്പം ഫുള്ള് ഫ്ലക്സ് നമുക്ക് ഈ വൈൻഡിങ്ങിൽ, ഈ രണ്ടാമത്തെ കണ്ടക്ടറിൽ നമുക്ക് കിട്ടില്ല, ലിങ്ക് ആവില്ല. അപ്പോൾ ഒരു കോർ ഉണ്ടെങ്കിൽ, ഒരു ലോ റിലക്റ്റൻസ് പാത്തുള്ള ഒരു കോർ ഉണ്ടെങ്കിൽ ഈ ഫ്ലക്സ് മൊത്തം ആ കോറിലൂടെ ഫ്ലോ ചെയ്ത് നമുക്ക്
ഈ വൈൻഡിങ് ഫുള്ള് ലിങ്ക് ആവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു മാറ്റിഫ്ലക്സ് പോവാൻ ഒരു ലോ റിലക്റ്റൻസ് പാത്താണ് എന്ത് ഈ കോർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോർ എന്ന് പറയുമ്പോൾ ലോ റിലക്റ്റൻസ് പാത്താണ്. നമുക്ക് ലോ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് എന്ത്, ഒരു ഒപ്പോസിഷൻ ആണ് എന്ത് റിലക്റ്റൻസ് പറയുന്നത്. നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതാണല്ലോ റെസിസ്റ്റൻസ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് എന്ത്, റിലക്റ്റൻസ്. അപ്പോൾ റിലക്റ്റൻസ് ലോ റിലക്റ്റൻസ് പറയുമ്പോൾ ഇവിടെ മാക്സിമം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കോറിലാണ് നമ്മൾ എന്ത് പ്രൈമറി വൈൻഡിങ് മീൻസ് ഈ വൈൻഡിങ് എന്ത് ചെയ്തിട്ടുള്ളത്, വൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇത് ഫസ്റ്റ് ലെഗിൽ, ഈ കോറിന്റെ ഫസ്റ്റ് ലെഗിൽ ഞാൻ ഈ പ്രൈമറി വൈൻഡിങ് വൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ പ്രൈമറി വൈൻഡിങ്ങിന് ഞാൻ എന്ത് ചെയ്തു, N1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, പ്രൈമറി വൈൻഡിങ്ങിനെ N1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ലെഗിൽ ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡറി വൈൻഡിങ് എന്ത് ചെയ്തിട്ടുണ്ട്, വൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് N2 എന്ന് എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഈ പ്രൈമറി വൈൻഡിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു AC സപ്ലൈ കൊടുത്തു. അതിന് V1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൽ എന്ത് ചെയ്തു, AC സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. അതിന് ഞാൻ എന്ത് ചെയ്തു, I1 എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോഡ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ലോഡിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് V2. ആൻഡ് ലോഡിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് എന്ത് ചെയ്ത്, I2. ആൻഡ് ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നത് അതിനാണ് φm എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫോമറിൽ നമ്മളൊരു ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കിംഗ് പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് വർക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ V1 എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് AC ആണ് ഞാൻ കൊടുക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് AC ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ചിങ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പറഞ്ഞാൽ ചേഞ്ചിങ് കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ചിങ് കറണ്ട് ആണ് അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ചേഞ്ചിങ് കറണ്ട് I1 പ്രൊഡ്യൂസ് ചെയ്യും ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് φm. അപ്പോൾ ചേഞ്ചിങ് വോൾട്ടേജ് കൊടുത്തതിന് ചേഞ്ചിങ് കറണ്ട് ആവും. ചേഞ്ചിങ് കറണ്ട് പറയുമ്പോൾ ചേഞ്ചിങ് ഫ്ലക്സ് ആണ് എന്ത് ചെയ്യുക, ഈ കോയിലിൽ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സെൽഫ് ഇൻഡക്ഷൻ അറിയാലോ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം എന്ത് ചെയ്യും, ഈ കോയിലിൽ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ഈ കോയിലിനെ ലിങ്ക് ചെയ്തിട്ട് ഈ കോയിലിൽ തന്നെ ഒരു EMF ഉണ്ടാവും. ഓക്കെ, ആ EMFനാണ് നമ്മൾ എന്ത് പറയുക, E1. ആ E1 എന്ത് പ്രോസസ്സ് കൂടെ ഉണ്ടായിരിക്കുന്നത്, ത്രൂ സെൽഫ് ഇൻഡക്ഷൻ. അവിടെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു കോയിലിൽ സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ കോയിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ കോയിൽ തന്നെ ലിങ്ക് ചെയ്തിട്ട് ഈ കോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു EMF ഉണ്ടാവും. ആ EMFനാണ് നമ്മൾ എന്ത് പറയുക, E1 എന്ന് പറയുക. അത് എന്ത് പ്രോസസ്സ് വഴിയാണ്, സെൽഫ് ഇൻഡക്ഷൻ വഴി പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലക്സ് എന്ത് ചെയ്യും, ഈ ഫ്ലക്സ് ഈ ലോ റിലക്റ്റൻസ് പാത്തായ കോർ കൂടെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, ദിസ് ചേഞ്ച് ഇൻ φm is flows through low reluctance path and linked with secondary winding N2. അപ്പോൾ ഈ ഫ്ലക്സ് എന്ത് ചെയ്യും, നേരെ ഈ സെക്കൻഡറി വൈൻഡിങ് കൂടെ ലിങ്ക് ചെയ്യും. ഓക്കെ, ഈ ഫ്ലക്സ് ഈ കോർ കൂടെ പാസ് ചെയ്ത് സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് ലിങ്ക് ചെയ്യും. ആ സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഈ സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ E2 എന്ന് പറയുക. അത് എന്ത് പ്രോസസ്സ് വഴിയാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. ഇപ്പോഴാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഫ്ലക്സ് കാരണമാണ് ഇവിടെ എന്ത് ചെയ്യണത്, ഈ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യണ ത്രൂ ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, നമ്മുടെ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു EMF ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു, അതാണ് E2 എന്ന് പറയുക. ആൻഡ് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു I2 ഉണ്ടാവും. ഓക്കെ, ആൻഡ് ലോഡിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് V2. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നമ്മൾ വേറെ കാര്യം പറയുക, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഇൻപുട്ട് വോൾട്ടേജിന് ഞാൻ ഒരു AC സപ്ലൈ കൊടുത്തു. ഞാനൊരു AC സപ്ലൈ കൊടുത്തു ഇൻപുട്ടിൽ, അതാണല്ലേ പറഞ്ഞത്. അപ്പോൾ AC സപ്ലൈ എങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആവും. എന്താണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പറയുന്നതാണ്, തല തിരിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ. അതായത് നമ്മൾ ഇൻപുട്ടിൽ എന്ത് ചെയ്തു, ഒരു AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഫ്ലക്സ് എന്ത് ചെയ്യും, ഈ കോർ വഴി ഫ്ലോ ചെയ്ത് സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ ആ സെക്കൻഡറി വൈൻഡിങ്ങിലും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും.
ആ ഇ എം എഫ് ഇതിനാണ് നമ്മൾ E2 എന്ന് പറയുക. നമ്മൾ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഒരു I2 ഉണ്ടാവും. ആൻഡ് ആ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V2. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, ആൻഡ് രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പും ഉണ്ട് സ്റ്റെപ്പ് ഡൗണും ഉണ്ട്. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത് വോൾട്ടേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ വോൾട്ടേജ് കൂട്ടും കുറയ്ക്കും അനുസരിച്ചിട്ടാണ് ഈ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുക. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക, ആൻഡ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുക. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസ് വോൾട്ടേജ് ഫ്രം പ്രൈമറി ടു സെക്കൻഡറി. ഇപ്പം ഞാൻ പറഞ്ഞു ഇതാണ് എന്ത്, പ്രൈമറി ലെഗിൽ കണക്ട് ചെയ്ത ഈ വൈൻഡിങ്ങിനാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി വൈൻഡിങ് എന്ന് പറയുക. അതിന് NP എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു, ആൻഡ് അല്ലെങ്കിൽ N1 എന്ന് ഡിനോട്ട് ചെയ്തു. ആൻഡ് സെക്കൻഡറി ലെഗിൽ കണക്ട് ചെയ്ത വൈൻഡിങ്ങിനാണ് നമ്മൾ N2 എന്ന് പറയുക, അല്ലെങ്കിൽ NS എന്ന് പറയാം. ഓക്കെ, ആൻഡ് പ്രൈമറി വൈൻഡിങ് കൊണ്ട് പോകുന്ന കറണ്ടാണ് IP ആൻഡ് അല്ലെങ്കിൽ I1 എന്ന് പറയാം. ആൻഡ് സെക്കൻഡറി വൈൻഡിങ് കൊണ്ട് പോകുന്ന കറണ്ടാണ് I2 അല്ലെങ്കിൽ IS എന്ന് പറയാം. ആൻഡ് പ്രൈമറി വോൾട്ടേജ് ആണ് VP അല്ലെങ്കിൽ V1 എന്ന് പറയാം. സെക്കൻഡറി വോൾട്ടേജ് ആണ് VS അല്ലെങ്കിൽ V2 എന്ന് പറയാം. ഓക്കെ, ഞാനിവിടെ V1 V2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ലെസ് ടേൺസ് ഉണ്ടാവുള്ളൂ. നോക്കി ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലെസ് ടേൺസേ ഉള്ളൂ. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ ലെസ് ടേൺസ് ആണ്. ആൻഡ് സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്താണ്, മോർ ടേൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മോർ ടേൺസ് ഉണ്ടെങ്കിൽ മോർ വോൾട്ടേജ് ഉണ്ടാവും, ആൻഡ് ലെസ് ടേൺസ് ഉണ്ടെങ്കിൽ ലെസ് വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, N1 ഈസ് ഗ്രേറ്റർ ദാൻ N2 അല്ലേ, N1 അല്ലെങ്കിൽ NP ഈസ് ഗ്രേറ്റർ ദാൻ NS. N1 എന്ന് പറഞ്ഞാൽ കുറച്ച് ടേൺസ് അല്ലേ ഉള്ളൂ, ആൻഡ് N2 പറഞ്ഞാൽ കൂടുതൽ ടേൺസ് ഉണ്ട്. അപ്പോൾ N1 ഈസ് ഗ്രേറ്റർ ദാൻ N2. സോ ഇവിടെ ലെസ് ടേൺ ആയതുകൊണ്ട് എന്താവും, നമ്മൾ ഇൻപുട്ട് കുറച്ച് വോൾട്ടേജ് നമ്മൾ കൊടുക്കുള്ളൂ. ഓക്കെ, V1 ഈസ് ലെസ് ആൻഡ് V2 ഈസ് ഹൈ. ഓക്കെ, V2 എന്താണ് അല്ലെങ്കിൽ VS എന്താണ്, ഹൈ ആണ്, കാരണം ഇവിടെ മോർ ടേൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടുന്നതുകൊണ്ട് എന്താണ്, കറണ്ട് എന്താണ്, കുറവായിരിക്കും. അപ്പോൾ I1 ഈസ് ലെസ് ദാൻ I2 അല്ലെങ്കിൽ I2 ഈസ് ഗ്രേറ്റർ ദാൻ I1. ഇവിടെ എന്താവും, പ്രൈമറി കറണ്ട് എന്താവും, സ്മോൾ ആണ്, ആൻഡ് I2 ഈസ് ലാർജ്. ഓക്കെ, ഇവിടെ വോൾട്ടേജ് കൂടുമ്പോൾ ഇവിടെ കറണ്ട് കുറയും, ആൻഡ് ഇവിടെ വോൾട്ടേജ് കുറയുമ്പോൾ ഇവിടെ കറണ്ട് കൂടും, ആൻഡ് വോൾട്ടേജ് കൂടുമ്പോൾ ഇവിടെ കറണ്ട് കുറയും. ഓക്കെ, പക്ഷെ പവർ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണ്. ഐഡിയൽ കേസിൽ കേട്ടോ, പ്രാക്ടിക്കൽ കേസിൽ ചെറിയ പവർ ലോസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് കേസിൽ ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അവിടെ വോൾട്ടേജും കറണ്ടും മാറുന്നുണ്ടെങ്കിൽ പവർ അവിടെ മാറുന്നില്ല, കാരണം ഇവിടെ വോൾട്ടേജ് കൂടുമ്പോൾ ഇവിടെ കറണ്ട് കുറയുന്നുണ്ട്, വോൾട്ടേജ് കുറയുമ്പോൾ ഇവിടെ കറണ്ട് കൂടുന്നുണ്ട്, ആൻഡ് ഇവിടെ വോൾട്ടേജ് കൂടുമ്പോൾ ഇവിടെ കറണ്ട് കുറയുന്നുണ്ട്. പക്ഷെ ആ പ്രൊപ്പോർഷണാലിറ്റി മാറണുള്ളൂ. പക്ഷെ പവർ എന്താണ്, നമ്മളിവിടെ 23 വാട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഔട്ട്പുട്ട് 23 വാട്ട്സ് തന്നെ കിട്ടുള്ളൂ, പവർ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാണ്, അതാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ. ആൻഡ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എന്താവും, ഹൈ ആവും, ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുമ്പോൾ ലെസ് ആവും. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന, നമ്മളിവിടെ കാണുന്ന റോഡിലൊക്കെ കാണുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ആ ഒരു ഹൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലോ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈമറി വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഇവിടെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുമ്പോൾ ഹൈ ടേൺസ് ഉണ്ടാവുക, കുറേ ടേൺസ് ഉണ്ടാവും, മോർ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും N1 ആൻഡ് ലെസ് നമ്പർ ഓഫ് ടേൺസ് N2 ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ വോൾട്ടേജ് ആയിട്ട് ഹൈ ടേൺസ്, മോർ നമ്പർ ഓഫ് ടേൺസ്, ആൻഡ് ലോ വോൾട്ടേജ് ആകുമ്പോൾ ലെസ് നമ്പർ ഓഫ് ടേൺസ്. സോ N1 ഈസ് ഗ്രേറ്റർ ദാൻ N2 ആൻഡ് V1 എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ ആണ്, ആൻഡ് V1 ഈസ് ഗ്രേറ്റർ ദാൻ V2 ആൻഡ് I1 ഇവിടെ I1 ഈസ് ലെസ് ദാൻ I2. മീൻസ് I1 ഇവിടെ കുറവായിരിക്കും, കാരണം വോൾട്ടേജ് കൂടുമ്പോൾ ഇവിടെ കറണ്ട് കുറയും, പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട്. ആൻഡ് I2 എന്താണ്, ഇവിടെ വളരെയധികം കൂടുതലാണ്, കാരണം ഇവിടെ വോൾട്ടേജ് കുറവാണ്, പക്ഷെ പവർ എന്താണ്, സെയിം ആണ്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പവർ സെയിം ആണ്. അപ്പോൾ ഇത്തിരി ഞാൻ മനസ്സിലാക്കിയത് ട്രാൻസ്ഫോമർ എന്താണ്, ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണെന്ന് മനസ്സിലായി. പിന്നെ ട്രാൻസ്ഫോമർ AC മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സപ്പോസ് നമ്മളിവിടെ ഒരു DC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഉണ്ടാവില്ല, അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നും വർക്കില്ല, ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. AC മാത്രമേ നമുക്ക് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് സിംഗിളി എക്സൈറ്റഡ് ഡിവൈസ് ആണ്. സിംഗിൾ എക്സൈറ്റഡ് ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഞാൻ ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഇൻപുട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ എക്സൈറ്റേഷൻ്റെ ഫീൽഡ് തന്നെയാണ് ഇവിടെയും ലിങ്ക് ചെയ്തിട്ട് ഇവിടെ ഒരു
ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ സിംഗിൾ എക്സൈറ്റഡ് ഡിവൈസ് ആണ്. ആൻഡ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് കൊടുക്കുന്നത് അതിൻ്റെ തല തിരിഞ്ഞിട്ടാവും, അല്ലെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ടാവും നമുക്ക് എന്ത് കിട്ടുക, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. പിന്നെ ഹൈ എഫിഷ്യൻസി ഡിവൈസ് ആണ്, കാരണം ഇവിടെ എന്താണ്, ഇവിടെ വർക്കിംഗ് പാർട്സ് മീൻസ് മൂവിങ് പാർട്സ് ഒന്നുമില്ല, സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അതുകൊണ്ട് നല്ല എഫിഷ്യൻസിയാണ്. നോർമലി ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി പറയുമ്പോൾ 98, 95, 90 എബോവ് ആണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുമ്പോൾ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ട്രാൻസ്ഫോമറിൻ്റെ പാർട്സ് ആയിട്ട് വരാം. താങ്ക് യു.